നിങ്ങളിത് എന്താണ് ചെയ്യണമെന്നുള്ളതല്ലേ ആലോചിക്കണേ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 വെള്ളം കയറി 3 ദിവസം വെള്ളത്തിൽ മുങ്ങിക്കിടന്ന ഫർണിച്ചറുകളാണിത്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇപ്പോഴാണോ ഇതൊക്കെ ഇനി ചെയ്യണേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമെന്ന്. അപ്പോൾ വീട് മൊത്തത്തിലൊരു മെയിൻ്റനൻസ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഈ ഫർണിച്ചറുകൾ അത്ര അങ്ങോട്ട് മാച്ചാവണില്ല. അപ്പം ഞാൻ കരുതി ഒരു പരീക്ഷണം പോലെ, എനിക്കിതിനെപ്പറ്റി വലിയ വിവരമൊന്നുമില്ല. എൻ്റെ കയ്യിൽ സാൻഡ് പേപ്പർ ഉണ്ട്. സാൻഡ് പേപ്പർ കൊണ്ട് ഈ ചെളിയും ഒക്കെ ഒന്ന് ഉരുമ്മി സെറ്റ് ചെയ്ത ശേഷം ഒന്ന് പോളിഷ് ചെയ്യാമെന്ന്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. സക്സസ് ആവുകയാണെങ്കിലും ആയില്ലെങ്കിലും ഇതിൻ്റെ ഫൈനൽ എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ ഉരച്ചൊരച്ച് ഒരു പരുവാക്കി എടുത്തു കേട്ടോ. നിസ്സാര പണിയല്ല ഇത് ഉരയ്ക്കണേന്. സാൻഡ് പേപ്പർ ഇട്ട് നല്ല രീതിയിൽ ഉരയ്ക്കണം. ഡയറക്ഷൻ ഫോർ യൂസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് അപ്ലൈ ചെയ്ത് നോക്കുവാണ്. ഇങ്ങനെ ഒരു ഫിനിഷിങ് ആയി. ഇനി ഇത് അറിയില്ല, ഇതിൻ്റെ മേലെ ഇനിയും വീണ്ടും അടിക്കേണ്ട ഒരു എന്താണെന്നുള്ളത്. കാഴ്ചയ്ക്ക് എത്ര മോശം തോന്നുന്നില്ല. ഇനി ഉണങ്ങി കഴിയുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. ഉണങ്ങിയിട്ട് എത്ര സക്സസ് ആയില്ലെങ്കിൽ ഒരു കോട്ടോടെ ഒന്നനെ ഉണ്ടല്ലോ. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസ് എന്തെങ്കിലും കയ്യിലിടണം കേട്ടോ. ഞാൻ ഇത് ഡയറക്റ്റ് കുപ്പിയിലേക്ക് മുക്കി ടിന്നിലേക്ക് മുക്കിയാണ് ഇത് ചെയ്തത്. അപ്പോൾ എൻ്റെ കയ്യിലായിട്ടുണ്ട്. ഇത് പോവോ എന്നെനിക്കറിയില്ല. രണ്ടാമത്തത് ഇതാട്ടോ, ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അടുത്തത് ഇതാട്ടോ ചെയ്യാനുള്ളത്. ഇതാണ് കേട്ടോ ഫൈനലായിട്ട് ചെയ്തത്. ഒരു പ്രൊഫഷണൽ ചെയ്യുന്ന അത്ര അങ്ങോട്ടായിട്ടില്ല, എന്നിരുന്നാലും ഓക്കെ. നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ ഞാനൊരു ഫർണിച്ചർ പോളിഷ് ചെയ്യുന്ന ആളാണെന്നൊക്കെ. ഞാനൊരു സൈക്കോളജിസ്റ്റാണ്, സ്റ്റുഡൻറ്റ് ഡെവലപ്മെൻറ്റ് ട്രെയിനറാണ്. അപ്പോൾ അവധിക്കാലം ചിലവഴിക്കാൻ വേണ്ടി ഇങ്ങനെ ചെറിയ ചെറിയ ക്രിയേറ്റീവായ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയെന്ന് മാത്രം. താങ്ക് യു.